ആരോഗ്യം രക്ഷിക്കാനാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. പക്ഷേ അവ യഥാർത്ഥത്തിൽ എപ്പോഴും സുരക്ഷിതമാണോ? അല്ലെങ്കിൽ ചിലപ്പോൾ അവ തന്നെ അപകടത്തിന് തുടക്കമാവുന്നുണ്ടോ? ഡോക്ടർ, പുതിയ ആന്റിബയോട്ടിക് തുടങ്ങിയത് മുതൽ രോഗിക്ക് ശരീരം ചുമന്ന് തടിക്കുന്നുണ്ടല്ലോ. ഞാനൊന്ന് പരിശോധിക്കട്ടെ. കണ്ടിട്ട് ഇതൊരു സൈഡ് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. മരുന്ന് നമുക്ക് നിർത്തി നോക്കാം. ഇതൊരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആകാം. നമുക്കിത് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഈ സൈഡ് എഫക്റ്റ് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? അതിന്റെ ആവശ്യം എന്താ? തീർച്ചയായും. കാരണം പല ഇടിയാറുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ സൈഡ് എഫക്റ്റുകൾ കണ്ടെത്തുവാനും ആ പ്രശ്നം മറ്റുള്ള രോഗികളിൽ ആവർത്തിക്കുവാതിരിക്കുവാനും സഹായിക്കുന്നു. അതോടൊപ്പം അപൂർവവും അപകടകരവുമായ ഇടിയാറുകൾ കണ്ടെത്തുവാനും മരുന്നിന്റെ സുരക്ഷാ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുവാനും മരുന്ന് പിൻവലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുവാനും സഹായിക്കും. പക്ഷേ ഡോക്ടർ, ഈ മരുന്നുകളെല്ലാം മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ ക്ലിനിക്കൽ ട്രയൽസ് പോലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതെ, പക്ഷേ ആ ട്രയലിൽ പങ്കെടുക്കുന്നത് വളരെ കുറച്ചു പേർ മാത്രമായിരിക്കും. അതിൽ തന്നെ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ കലർക്കും ട്രയലിൽ പങ്കെടുക്കുവാൻ കഴിയില്ല. അതിനാൽ അവരിൽ കാണുന്ന എഡിആറുകളും ദീർഘകാലയളവിൽ സംഭവിക്കുന്ന എഡിആറുകളും അപൂർവ സൈഡ് എഫക്റ്റുകളും കണ്ടെത്തുവാൻ സാധിക്കില്ല. അതിന് വലിയ ജനസംഖ്യയും വർഷങ്ങളുടെ നിരീക്ഷണവും ആവശ്യമാണ്. അതിന്റെ ഹൃദയം എഡിആർ റിപ്പോർട്ടിംഗ് ആണ്. ഡോക്ടർ, ADR റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും പ്രാധാന്യമുള്ളതാണല്ലേ? ഇത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇന്ത്യയിലാകെ എഡിആറുകൾ ശേഖരിക്കുന്ന നാഷണൽ പ്രോഗ്രാമാണ് PVPI, അതായത് ഫാർമക്കോവിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ. ഇതിനുവേണ്ടി ഒട്ടുമിക്ക ആശുപത്രികളെയും എഡിആർ മോണിറ്ററിംഗ് സെന്റർ പ്രവർത്തിക്കുന്നു. നമ്മുടെ മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന എഡിആർ മോണിറ്ററിംഗ് സെന്റർ നിർമ്മല കോളേജ് ഓഫ് ഫാർമസിയാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ IPC ഗാസിയാബാദിലുള്ള നാഷണൽ സെന്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് സിസ്റ്റർ, ഈ പേഷ്യൻ്റ് ചാർട്ടുമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഫാർമസിസ്റ്റിനെ കാണണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതായത് ഫാർമസിസ്റ്റിനും റിപ്പോർട്ട് ചെയ്യാമോ? തീർച്ചയായും. ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ്, പേഷ്യൻസ് തുടങ്ങിയ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാം. അതിന് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ റോൾ അത്യാവശ്യമാണ്. കാരണം പേഷ്യൻ്റ് കെയറിൽ ഫസ്റ്റ് കോൺടാക്ട് ഇവരാണ്. ഈ മരുന്ന് നൽകി തുടങ്ങിയിരിക്കുന്നത് ഇന്നലെയാണല്ലേ? ലക്ഷണങ്ങൾ ആരംഭിച്ചത് അധികം വൈകാതെയാണ്. ഇത് തീർച്ചയായും ഒരു സസ്പെക്റ്റഡ് ADR ആണെന്ന് തോന്നുന്നു. പേഷ്യന്റിന്റെ ശ്വാസം അല്പം വേഗത്തിലായിരുന്നു. കൂടാതെ സ്കിൻ റാഷസും വന്നിരുന്നു. ഇളവ് നോട്ട് ചെയ്തിട്ടുണ്ട്. ശരി, നമുക്ക് ഡോക്യുമെന്റേഷൻ പൂർത്തിയാക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് കൂടി പറഞ്ഞു തരുമോ? റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അതിന് പല മാർഗങ്ങൾ ലഭ്യമാണ്. ADR PVPI മൊബൈൽ ആപ്പ്, ഇമെയിൽ ID, ടോൾ ഫ്രീ നമ്പർ എന്നിവയ്ക്കൊപ്പം QR സ്കാനർ വഴിയും റിപ്പോർട്ട് ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്താൽ ചില സെക്കൻഡുകൾക്കുള്ളിൽ അടിസ്ഥാന വിവരങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും. പിന്നീട് ADR മോണിറ്ററിംഗ് സെന്റർ നിങ്ങളെ ബന്ധപ്പെടുകയും റിപ്പോർട്ടിംഗ് പൂർണ്ണമാക്കുകയും ചെയ്യും. അതിനാൽ ഇതിലേതെങ്കിലും മാർഗം ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യാം. ഇത്ര എളുപ്പമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ADR റിപ്പോർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ? സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യപ്രവർത്തകരെ കുറ്റക്കാരാക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും റിപ്പോർട്ടിംഗ് അടിസ്ഥാനമാക്കുന്നില്ല. നിങ്ങളുടെ പേര്, ഹോസ്പിറ്റൽ, വ്യക്തിഗത വിവരങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. വാസ്തവത്തിൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് തന്നെ ഒരു രോഗിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതെ, നമുക്ക് മറ്റുള്ളവരോടും ഇത് പറയാം. അങ്ങനെ ADR റിപ്പോർട്ടിംഗ് കൂട്ടാം. ഒരു ചെറിയ ശ്രദ്ധ, ഒരു ചെറിയ രേഖപ്പെടുത്തൽ ജീവനുകൾ രക്ഷിക്കും. ADR റിപ്പോർട്ട് ചെയ്യൂ. നമുക്കൊരു സുരക്ഷിത ആരോഗ്യ സംവിധാനം ഒരുമിച്ച് പടുത്തുയർത്താം. നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തം.